നമുക്കൊരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്പോർട്സ് റിലേറ്റഡ് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്ന വരെയുള്ള ഒരു സമയമുണ്ട്. അതിപ്പോൾ കൈക്കോ കാലിനോ എവിടെയായാലും അത് എത്തുന്ന വരെയുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു പരിക്ക് പറ്റിയ പാടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു 4 അക്ഷരത്തിൽ RICE ഇങ്ങനെ ഒരു കോഡായിട്ട് ഓർത്തിരിക്കാം. R ഫോർ റെസ്റ്റ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പം ഈ പരിക്ക് പറ്റിയ ആൾക്ക് ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് കിടക്കുകയാണെങ്കിൽ അവിടെ കിടക്കാൻ പറ്റുക. ഇപ്പോൾ കാലിനാണ് പരിക്ക് പറ്റിയെങ്കിൽ കാലാദ്യം അനക്കാണ്ട് വയ്ക്കുക. എന്നിട്ട് ഐസ് വയ്ക്കുക. I ഫോർ ഐസ്. ഐസ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഐസ് വയ്ക്കുമ്പം ആ സ്വെല്ലിങ് പെട്ടെന്ന് കൂടാണ്ടിരിക്കും. ഇപ്പം ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കെട്ടി വയ്ക്കുക, ഫ്രാക്ചർ ആണെങ്കിൽ. അല്ലെങ്കിൽ ഷോൾഡർ തെറ്റിപ്പോയെങ്കിൽ നമ്മുടെ ശരീരത്തോട് ചേർത്ത എങ്ങനെയാണോ ആ പൊസിഷനിൽ ഇരിക്കുന്നത് അത് കംഫർട്ടബിളായിട്ട് അവിടെ വയ്ക്കുക. ഒരു സ്ലിങ്ങോ കാര്യങ്ങളോ ഇട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ വയ്ക്കുക. RIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്രഷൻ, ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ബാൻഡേജിങ്ങോ കാര്യങ്ങളോ വെച്ച് കൊടുക്കുക. പിന്നെ 4മത്താണ് എലിവേഷൻ. E ഫോർ എലിവേഷൻ, അതായത് ഉയർത്തി വയ്ക്കുക. അപ്പോൾ നീര് കുറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാലാണ് ഉയർത്തി വയ്ക്കുക, കൈയാണ് ഒരു സ്ലിങ് ഇട്ട് വയ്ക്കുക, പേഷ്യൻറ്റിനെ കിടത്തുക, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആക്കുക. അതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വരാനോ അല്ലെങ്കിൽ ഒരു വണ്ടി വരാനോ ഉള്ള സമയത്ത് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് കാര്യങ്ങളാണ്. ഇഞ്ചുറി പറ്റിയ ഒരാളെ വാരിക്കോരി എടുത്തുകൊണ്ട് പോകരുതെന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണിത്. ചിലപ്പോൾ സ്പൈനാണ് പരിക്ക് പറ്റിയെങ്കിൽ നമ്മളിപ്പോൾ ആ പേഷ്യൻറ്റിനെ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്പൈനൽ കോഡ് ഇഞ്ചുറി പിന്നെ ജീവിതകാലം മൊത്തം അയാൾക്ക് മാറില്ല. മനസ്സിലായി? വാരിക്കോരിയൊക്കെ എടുത്തോണ്ട് പോകും. അതായത് നമ്മള് രണ്ടുപേരും തൂക്കി എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പോകും. അപ്പൊ ചില പൊക്കത്തിൽ നിന്ന് വീണ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ നട്ടല് ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടാവും, പക്ഷെ അത് ഈ സുഷുമ്ന നാടിയിലോട്ടൊന്നും പോയി കുത്തിയിട്ടുണ്ടാവത്തില്ല, ജസ്റ്റ് പൊട്ടി കാണത്തേ ഉള്ളൂ. അത് ഇങ്ങനെ എടുക്കുന്നതോടുകൂടി തീരുമാനമായി കിട്ടും. പിന്നെ മാത്രമല്ല ഈ ടർഫിലൊക്കെ വലിയ ആൾക്കാരുണ്ടാവും ഇതിന്റെ ഈ ഷോൾഡർ ജോയിന്റ് ഒക്കെ തെറ്റി അപ്പൊ പിടിച്ചിടാൻ വേണ്ടി എക്സ്പെർട്ടുകൾ ഓടി വരും. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാൻ, ചവിട്ടി റെഡിയാക്കാന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആണോ ഫ്രാക്ചർ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഡിസ്ലൊക്കേഷൻ അവർ ചിലപ്പോൾ പിടിച്ചിടുമായിരിക്കും, പക്ഷേ ഫ്രാക്ചർ ആണെങ്കിൽ അത് കൂടുതൽ ഡിസ്പ്ലേസ് ആയിട്ട് രക്തക്കുഴലിനെല്ലാം ബാധിക്കും. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് ഫോളോ വയ്ക്കാം. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, ഇലവേഷൻ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ കെയറിന് അവർക്ക് കൊടുക്കുക. ഇതാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഫ്രാക്ചർ ആയാലും ഡിസ്ലൊക്കേഷൻ ആയാലും എന്ത് പരിക്കായാലും. ഇപ്പോൾ സാറ് പറഞ്ഞു ഐസ് വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചൂട് വെക്കുന്നത് കാണാറുണ്ട്, ഐസ് വെക്കുന്നത് കാണാറുണ്ട്, അതുപോലെ വെള്ളം ഇട്ട് ഒഴിഞ്ഞു കൊടുക്കുന്ന മുഴച്ച് വരികയാണെങ്കിൽ ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്, ശരിയായിട്ടുള്ളത്? നമുക്ക് ഈ ഇഞ്ചുറീസ് പരിക്ക് പറ്റുമ്പോൾ ഏറ്റവും നല്ലത് ആദ്യം ഐസ് വെച്ച് കൊടുക്കുന്നതാണ്. ഐസ് കംപ്രഷൻ. അപ്പോൾ അതായത് അവിടെ ഒരു ഹെമറ്റോമ, ഒരു ബ്ലീഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയാനും സ്വെല്ലിങ് കുറയാനും ഒക്കെ ഐസ് വയ്ക്കുന്നതാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു പരിക്ക് കാര്യങ്ങളൊക്കെ സെറ്റിലായി വരുമ്പോൾ നീര് കുറയാനും, ഇപ്പോൾ ഉളുക്ക്, ചതവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നീര് കുറയാനുള്ള ലേറ്റർ സാധനമാണ് ചൂട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എപ്പോഴും പരിക്ക് പറ്റിയാൽ ചെയ്യേണ്ടത് ഐസ് വയ്ക്കുക. ഇതിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, പരിക്ക് പറ്റിയ സ്ഥലം ഒരിക്കലും ശക്തമായിട്ട് അമർത്തി തടവി കൊടുക്കരുത്. ഐസ് വെക്കുന്നത് തുടക്കത്തിൽ, അതേപോലെ ചൂട് വെക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം, ഇഞ്ചുറിയൊക്കെ സെറ്റിൽ ആയതിനു ശേഷം. പക്ഷെ തടവാൻ എവിടെയും പറയുന്നില്ല. നിനക്കൊന്ന് തോള് തട്ടി സമാധാനിപ്പിക്കാം. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു റെമഡി എന്നുള്ളത് ഇതാണ്, ഒഴിഞ്ഞു കൊടുക്കുക, ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത്, ഇത് പ്രസ് ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ഒഴിയുന്ന ഭാഗം മാത്രം കാണുന്നുള്ളൂ. ഒഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷനുകൾ പിന്നെ ഹോസ്പിറ്റലിലാണ് വരുന്നത്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യം ഈ പരിക്ക് പറ്റിയ ഭാഗം ഒഴിഞ്ഞു കൊടുക്കുക. ഇങ്ങനത്തെ പ്രാകൃതമായിട്ടുള്ള പല ചികിത്സാ രീതികളും നിങ്ങളുടെ ശരീരത്തിൽ പ്രയോഗിക്കുന്നത് തടയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതൊരു ബുദ്ധി നിങ്ങൾ ഈ ഒരു പരിക്ക് പറ്റുന്ന സമയത്താണെങ്കിലും യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഷോൾഡർ ഫസ്റ്റ് കയ്യിലൊരു ബാഗിലിട്ട് വെച്ചാൽ മതി. ജസ്റ്റ് ഒരു തോർത്താണ് കയ്യിലുള്ളെങ്കിൽ തോർത്തങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ കഴുത്തിൽ കെട്ടിയിട്ട് ഷോൾഡർ അതിലിട്ട് വെച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത്. ചിലപ്പോൾ ഷോൾഡർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, അടുപ്പിക്കാൻ പറ്റത്തില്ല. ആ ഏത് പൊസിഷനാണോ ഉള്ളത് അതിൽ കാര്യം ഞാൻ ഷോൾഡർ നമുക്ക് പല രീതിയിൽ തെറ്റിപ്പോവാം. കാര്യം ഒന്ന് ഷോൾഡർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ബോൾ. ഫ്രണ്ടിലോട്ട് പോയ കൈ ഇങ്ങനെ ഇരിക്കും, ബാക്കിലോട്ട് പോയാൽ ഇങ്ങനെ പോകും. മനസ്സിലായി? താഴേക്ക് പോവാം, താഴേക്ക് പോയ കൈ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ പല ഡയറക്ഷനിലും പോയിട്ടുള്ള കൈ ഒടിച്ചു മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ പൊസിഷനിൽ പൊസിഷൻ മാറ്റി ഇങ്ങനെ ഉണ്ടാവുക, കൈ ഇങ്ങനെ ഉണ്ടാവുക. അപ്പം അങ്ങനെ തന്നെ വെച്ച് കൊണ്ടുവരണം. പിന്നെ നമ്മൾ അവിടെ മാറ്റം വരുത്താൻ നിൽക്കരുത്.
ഓക്കെ, നമ്മളിപ്പം സർജറിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നോർമൽ ഒരാൾക്കുള്ള സർജറിയും അത് എന്താ ഒരു സ്പോർട്സ് ഇഞ്ചുറി ആണെങ്കിൽ വേറെയാണ് സർജറി വരാന്ന് ഇപ്പോൾ സാറ് കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന ഒരു ഡിഫറൻസ് എങ്ങനെയാണ്? നമ്മൾ നോർമലി ഇപ്പോൾ ഒരു ട്രോമയിൽ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എല്ല് പൊട്ടലാണ് നമ്മൾ സാധാരണ നമ്മൾ ഓർത്തോപെഡിക് സർജറികൾ പറയുന്നത്. പക്ഷേ സ്പോർട്സ് ഇഞ്ചുറി എന്ന് വെച്ചാൽ നമ്മൾ ലിഗമെന്റുകളാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് നമ്മുടെ കാലിലെ മുട്ടാണ്, ഇതാണ് എല്ല്. ഈ എല്ല് പൊട്ടിയത് മാത്രമേ നമുക്ക് എക്സ്റേയിലും കാണത്തുള്ളൂ. പക്ഷെ ഈ എല്ലല്ല സ്പോർട്സ് സർജറിയിൽ മെയിൻലി ഈ ലിഗമെന്റുകൾ, ഇതിനകത്തുള്ള വള്ളികളും ഈ വാഷറുകളും ഇതൊക്കെയാണ് ലിഗമെന്റ്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ തിരിച്ചു പിടിപ്പിച്ച് വെക്കുന്നത് നമ്മൾ കൂടുതലും അലിഞ്ഞു പോകുന്ന ടൈപ്പ് കമ്പികളും അങ്ങനത്തെ സാധനങ്ങളാണ്, ആങ്കറുകൾ എന്നൊക്കെ പറയും. അതൊന്നും നമുക്ക് പിന്നെ കമ്പി ഇട്ടാൽ പിന്നെ എടുക്കണ്ട, അത് ജോയിന്റിനകത്ത് തന്നെ ഇരുന്നിട്ട് അങ്ങനെ റെഡി ആവുന്ന ഒരു സ്പോർട്സ് ഇഞ്ചറീസിന് ഉപയോഗിക്കുന്ന പല ഇംപ്ലാന്റ്സും നമ്മൾ തിരിച്ച് സാധാ സർജറികൾക്ക് ഉപയോഗിക്കുന്ന ഇംപ്ലാന്റുകൾ പോലെ രണ്ടാമത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇത് ജോയിന്റിൽ അല്ലെങ്കിൽ ബോണിൽ അങ്ങ് ഉറച്ചു പോകുന്ന രീതിയിൽ അവിടെ തന്നെ വെക്കുന്ന രീതിയിലുള്ള ഇംപ്ലാന്റുകളാണ് ഉപയോഗിക്കുക. സാധാ രീതിയിൽ ഉള്ള സർജറിക്ക് ഉപയോഗിക്കുന്ന ഇംപ്ലാന്റുകൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്തു കൊടുക്കേണ്ടിയൊക്കെ വരാം. അങ്ങനെ ഒരു ആവശ്യം ഇതിലുണ്ടാവാറില്ല. എല്ലാവരിലും കണ്ടുവരുന്നതാണ് നടുവേദന, പ്രായമില്ല എന്നുള്ള പറയപ്പം നടുവേദന. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണ്? ഇപ്പോൾ കുറച്ച് കൂടി വരുന്നുണ്ട് നടുവേദന, അതിനുള്ള ട്രീറ്റ്മെന്റ്സും എന്തൊക്കെയാണുള്ളത്? ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് നടുവേദനേനെ ബേസിക് ആയിട്ട് നമുക്ക് അതിൻ്റെ കാരണം എന്താണെന്നാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. എല്ലാ നടുവേദനയ്ക്കും ഒറ്റ ചികിത്സയല്ല, ഒറ്റമൂലിയില്ല നടുവേദനയ്ക്ക്. ആദ്യം മനസ്സിലാക്കേണ്ടത് നടുവേദനയ്ക്ക് ഒരു ഒറ്റമൂലിയില്ല. അത് ഏത് തരം നടുവേദനയാണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിൻ്റെ ചികിത്സ. മറ്റേ ക്ലിനിക്കൽ എക്സാമിനേഷൻ മുതൽ MRI വരെയുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ഇൻവെസ്റ്റിഗേഷൻ വരെയുള്ള ഒരു സ്പെക്ട്രം ഓഫ് ക്ലിനിക്കൽ മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട് ഈ നടുവേദനയ്ക്ക്. അപ്പം അതിൽ ഏതിലാണ് നിങ്ങൾ നടുവേദന എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ചികിത്സ വരിക. അപ്പം നിങ്ങൾക്ക് ചികിത്സിച്ച അതേ പാറ്റേൺ ആയിരിക്കില്ല ചിലപ്പം വേറൊരാൾക്ക് നടുവേദനയ്ക്ക് ചികിത്സിക്കേണ്ടി വരിക. അപ്പം എന്താണ് കാരണം എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ്. കാരണം കണ്ടുപിടിച്ചിട്ട് കാരണത്തിനാണ് പിന്നെ ചികിത്സ വരുന്നത്. ബേസിക്കലി ഇപ്പൊ നമ്മൾ കുറെ നേരം കസേരയിൽ ഇരിക്കുന്ന ജോലിയാണ്. നമ്മുടെ നാട്ടിലിപ്പോ എല്ലാരും ഒരുപാട് മണിക്കൂർ ഒരേപോലെ ഇരിക്കുന്നതാണ്, അത് ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈലിൽ കാരണം നമ്മൾ കഴുത്തിങ്ങനെ കുനിച്ചു വെച്ച് കുറെ മണിക്കൂർ ഇരിക്കും. അപ്പം നമ്മുടെ തലയ്ക്ക് ഒരു വെയിറ്റ് ഉണ്ട്. കഴുത്തുവേന നടുവേന, കഴുത്തും നടുവും എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. അത് ഒരു ട്രെയിനിന്റെ ഒരു ബോഗി മാത്രമായിട്ട് പാളം തെറ്റില്ലല്ലോ, ട്രെയിൻ ഇങ്ങനെ കണക്റ്റഡ് അല്ലേ. അതുപോലെ നടുവിനുണ്ടെങ്കിൽ കഴുത്തിനും പ്രശ്നം വരും. അപ്പം നമ്മുടെ തലയ്ക്ക് നോർമലി ഒരു 8, 9, 10 കിലോ അത്രയും വെയിറ്റ് കാണും. അപ്പൊ അത്രയും ഹെഡ് വെയിറ്റ്, അഹങ്കാരം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത്രയും വെയിറ്റ് ഉണ്ടാവും. അപ്പൊ സംഭവം നോർമലി അതിങ്ങനെ ബാലൻസ് ചെയ്തിരിക്കാൻ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ പോസ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ ഫ്ലെക്സ് ചെയ്ത് ഇങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ എന്ത് പറ്റും, അതിന്റെ ഫ്രണ്ടിലെ ഭാഗം താഴേക്ക് അമുങ്ങും അല്ലേ. അപ്പൊ ആ ഡിസ്ക്, അതിന്റെ ഇടയിലുള്ള ഡിസ്ക് ഒരു കാരംസിന്റെ കോയിൻ പോലെ നടുക്കിയിരിക്കുന്നതാണ് ഈ പല ഡിസ്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ടിലെ ഭാഗം അമുങ്ങുമ്പോൾ ബാക്കിലോട്ട് ഇത് തെറ്റിപ്പോകാനുള്ള ചാൻസ് വരും. ബാക്കിലോട്ട് തെറ്റുമ്പോൾ ബാക്കിലെ ഞരമ്പുകളിൽ കുത്തും. അപ്പം ഈ ഹെഡിലെ വെയിറ്റ് കുറെ മണിക്കൂർ നേരം ഇങ്ങനെ കുനിച്ച് വെച്ചുകൊണ്ടിരിക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ ഫോണാണ്. നമ്മളിപ്പോ നോക്കിയാൽ നമുക്ക് നമ്മുടെ ഫോണിലെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. സമയം കിട്ടുമ്പോൾ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു ദിവസം എത്ര മണിക്കൂർ അതിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നുള്ളത്. നമ്മൾ വിചാരിക്കാൻ കുറച്ചു നേരം ഇത് കുത്തി കളിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത്, പക്ഷെ നമ്മൾ മണിക്കൂറുകളുള്ളിൽ ഇരിക്കും. അപ്പൊ അതാണ് മെയിൻ കാരണം. പിന്നെ ഫോൺ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കില്ലല്ലോ, എവിടെയെങ്കിലും ഒരു തിരിക്കുമല്ലോ. ഇരിക്കുമ്പോൾ നടുവിനും അതേപോലെ കുറെ നേരം നടുവിനും അത്രയും പ്രഷർ വരും. ബേസിക്കലി ഒരിടത്ത് ഇരിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത് ഫോൺ ഇങ്ങനെ നോക്കുക. പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ നോക്കി സിസ്റ്റം നോക്കി ഇങ്ങനെ ഇരിക്കും. അതും ഇങ്ങനെ ഒരു ഇരുത്താണല്ലോ. ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വലത്തോട്ടോ ഇടത്തോട്ടോ ആയിരിക്കും ചിരിക്കുക. എല്ലാ ദിവസവും കമ്പ്യൂട്ടറിന് നോക്കണം, കമ്പ്യൂട്ടറിലാണല്ലോ എപ്പോഴും നോക്കുക. അപ്പൊ എന്നും ഇടത്തോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനിന്റെ ഇടതുവശത്തുള്ള മസിലെല്ലാം ലൂസും വലതുവശത്തുള്ള മസിലെല്ലാം സ്ട്രെച്ച്ഡ് ആയിരിക്കും. എന്നും എല്ലാ ദിവസവും ഇത് ഉണ്ടാവും. അതാണ് മെയിൻ പ്രശ്നം. അപ്പൊ നമ്മൾ ഒരു സൈഡിലുള്ള മസിൽസും മറ്റേ സൈഡിലുള്ള മസിലും തമ്മിൽ ഒരു ഇംബാലൻസ് വരും നട്ടലിന്റെ. ഇതാണ് മെയിൻ ഇന്നത്തെ കാലത്ത് നടുവേദന വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. കാര്യം ഒന്ന് ഫോൺ, രണ്ട് കുറെ നേരം ഇരിക്കുന്നത്, മൂന്നാമത്തത് ഈ സിസ്റ്റം നോക്കി ഒരു സൈഡിലുള്ള മസിൽസ് ടൈറ്റും മറ്റേ സൈഡിൽ ലൂസും ആവും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഇതിനെ കൺസിഡർ ചെയ്താൽ മാത്രമേ നമ്മുടെ നടുവേദന മാറും. അല്ലാണ്ട് നമ്മൾ എത്ര ഗുളിക കഴിച്ചിട്ടോ മരുന്ന് കഴിച്ചിട്ടോ കാര്യം. അപ്പൊ ഇതില് നമ്മൾ പോസ്റ്റർ റെഡിയാക്കുകയാണോ വേണ്ടത്? പോസ്റ്റർ റെഡിയാക്കുക. ഈ ഫോണിനെ തന്നെ നമുക്ക് ഉപദ്രവം തരുന്ന ഫോണിനെ തന്നെ നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാം. ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒരു ടൈമർ, ഒരു ബീപ്പ് അടിക്കുന്ന രീതിയിൽ വെച്ചാൽ മതി. എണീറ്റ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാം, ജസ്റ്റ് ഒരു 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ടൊക്കെ വരാം. ഒരേ ഇരിപ്പ് ഒഴിവാക്കാം. പിന്നെ കമ്പ്യൂട്ടറിലെ സിസ്റ്റം നമ്മൾ കറക്റ്റ് ഹൈറ്റിൽ വെക്കാം.
പിന്നെ ഇടത്തോ വശത്തിരിക്കുന്ന സിസ്റ്റം, അവിടെ സിസ്റ്റം അവിടെ തന്നെ ഇരിക്കുമെങ്കിലും നമുക്ക് ഇരിക്കുന്ന സ്ഥലം മാറ്റാം. മനസ്സിലായി? നമ്മൾ എല്ലാ ദിവസവും ഇടത്തോട്ട് തിരിഞ്ഞ് സിസ്റ്റം നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയർ എടുത്ത് അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്കത് വലത്തോട്ട് തിരിഞ്ഞ രീതിയിലാക്കും. സിസ്റ്റം മാറ്റാൻ പാടായിരിക്കും, ചിലപ്പോൾ ഓഫീസുകാർ നമ്മൾ ഓടിക്കും. അപ്പൊ നമുക്ക് ചെയർ എങ്കിലും മാറ്റി നോക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് നമുക്ക് ചെയ്യാം. ഇവിടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യാം, ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാം. അതൊക്കെ ചെയ്താൽ കുറെയൊക്കെ ശരിയാവും. പിന്നെ എപ്പോഴും ബാക്ക് സ്ട്രെങ്തനിങ് എക്സർസൈസസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ഈ കൂട്ടത്തിൽ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കണം. അടുത്തുള്ള മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി. ബാക്ക് സ്ട്രെങ്തനിങ് കോർ മസിൽസ്, നടുവിന്റെ മസിലും വയറിന്റെ മസിൽസ് ഒക്കെയാണ് കോർ മസിൽസ്. ഇതൊക്കെ സ്ട്രോങ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സർസൈസ് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ചെയ്താൽ അതിൽ നടുവേദന ഇല്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമ്മൾ നടുവേദനയുടെ കാരണമായിട്ട് എപ്പോഴും കേൾക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്, അതുപോലെ തലയണ. ഇപ്പം നല്ല കുഷ്യനുള്ള തലയണൊക്കെ യൂസ് ചെയ്യൽ ഇപ്പോൾ പൊതുവേ എല്ലാവരുടെ അടുത്തുള്ളതാണ്. അപ്പം നമ്മൾ ആ കിടക്കുന്ന പൊസിഷനിലുള്ള ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് നമ്മുടെ നട്ടെല്ലിനെ? ബെഡ്, തലയണയൊക്കെ നമ്മുടെ കിടത്തത്തിനെയും ഉറക്കത്തിൻ്റെ സ്ലീപ്പ് ക്വാളിറ്റീനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു എഫക്റ്റ് ഉണ്ടോയെന്ന് എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനം എന്ന് പറഞ്ഞാൽ നേരെ കിടക്കുക എന്നുള്ള, ചുരുണ്ടുകൂടി കിടക്കുന്നതിനേക്കാളും നല്ലൊരു പോസ്ചർ. അതായത് ഒന്നെങ്കിൽ ചെരിഞ്ഞ് കിടക്കുക, ആ സമയത്ത് കഴുത്തിന് സപ്പോർട്ട് ചെയ്യാനൊരു തലയാണെ പില്ലോ വേണം. കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അധികം ആൾക്കാരും കിടക്കുക. പിന്നെ ഭയങ്കര കുഷ്യനുള്ള മാട്രസുകളും തീരെ പിന്നെ മരത്തിൻ്റെ മുകളിൽ കിടക്കുന്ന പോലത്തെ ഉള്ളതും അവോയ്ഡ് ചെയ്യുക. ഒരു മീഡിയം സൈസ് എപ്പോഴും നമുക്ക് ഫോളോ ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനം നമ്മൾ കൃത്യമായിട്ട് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. രാവിലെ വൈകുന്നേരവും നമ്മുടെ ബാക്ക് സ്ട്രെങ്തനിങ്, കോർ സ്ട്രെങ്തനിങ് എക്സസൈസ്, കഴുത്തിൻ്റെ എക്സസൈസ്, അത് കൂടാണ്ട് കുറച്ച് നേരം നടക്കുന്നതൊക്കെ ഇതാക്കും. ബെഡ് മാത്രം മാറ്റിക്കൊണ്ടല്ല, പില്ലോ മാത്രം മാറ്റിക്കൊണ്ട് നടുവേദന മാറണമെന്നില്ല. ഇത് നമ്മൾ പറഞ്ഞത് ഇപ്പം ജീവിതശൈലി ക്രമങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നടുവേദനയും അതിൻ്റെ വരാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഇതൊന്നും അല്ലാതെ വേറൊരു ഭാഗം കൂടി ഉണ്ട് ഇതിന്, പത്തോളജിക്കൽ എന്ന് പറയും. അത് ഡിസ്ക് സംബന്ധിച്ച്, നട്ടലിൻ്റെ അറേഞ്ച്മെൻറ്റ് സംബന്ധിച്ച് പത്തോളജിക്കൽ, മറ്റു പല അസുഖങ്ങളും, മെറ്റാസ്റ്റാസിസ്, ട്യൂമർ, ക്യാൻസർ മുതലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന വേറൊരു ഭാഗം കൂടിയുണ്ട്. എല്ലാത്തിൻ്റെയും ചികിത്സ ഈ പറഞ്ഞ പോലെ ഇതല്ല. പക്ഷെ മെക്കാനിക്കൽ ബാക്ക് പെയിൻ, ജീവിതശൈലി ക്രമങ്ങൾ തെറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ബാക്ക് പെയിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ലഘുവായിട്ടുള്ള രൂപമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ രാത്രി നമ്മൾ നടുവേദന വന്നിട്ട് ഉറക്കം ഞെട്ടി എണീക്കുകയാണ്, സ്ഥിരമായ നടുവേദനയുണ്ട്, സഹിക്കാൻ പറ്റാത്ത നടുവേദനയാണ്, എല്ലാ ദിവസവും അതിന് മരുന്ന് കഴിക്കുന്നതാണ്, മാസങ്ങളോളം അതുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഇതുപോലെ ക്യാൻസറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അങ്ങനെയുള്ള ഒരാൾ പോയി ബെഡ് മാറ്റിയിട്ട് കാര്യമില്ല. അതാണ്, ബെഡ് ബില്ലോ മാറ്റിയിട്ട് കാര്യമില്ല, അവര് ഡോക്ടറെ കാണണം. ഉറപ്പാക്കിയിട്ടേ നമുക്ക് പോവാം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നമ്മളെ ഡയഗ്നോസിസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു അസുഖത്തിനും. നമ്മുടെ എല്ലുകൾക്ക് ബലം കൂടാനായിട്ട് എന്തെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ടോ? നമ്മുടെ ഈ ജീവിത രീതികളൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് ഒത്തിരി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫുഡുകളൊക്കെ വന്ന മാറ്റം കൊണ്ട് നമ്മൾ ഈ വെയിലിനോ സൺ എക്സ്പോഷർ, സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന കുറവെന്നുകൊണ്ട് എല്ലുകളെ കുറേ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം അഡൽസിൽ വളരെ ചെറുപ്പക്കാരിൽ പോലും നമ്മളിപ്പം ഈ നടുവേദനയും കഴുത്തുവേദനയൊക്കെ കാണുന്നതിൻ്റെ ഒരു കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. മനസ്സിലായോ? നമ്മൾ കൂടുതലും സൺ എക്സ്പോഷറൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലുണ്ടായിരുന്നവരല്ല. നമുക്കിപ്പോൾ അധികം ഓഫീസ് ജോബും ഉള്ളിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരും ഒക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ വൈറ്റമിൻ ഡി എന്തായാലും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ റെഗുലറായിട്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക, അതാണ് ഒന്ന്. രണ്ട്, കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. മൂന്നാമത്തത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ എല്ലിൻ്റെ ബലം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ട് എല്ലുകളെ സംബന്ധിക്കുന്ന, എല്ലുകളുടെ ബലം കുറയുന്ന അസുഖങ്ങൾ. ഉദാഹരണത്തിന് ഡയബറ്റിസ്, പിന്നെ കിഡ്നി റിലേറ്റഡ് ഡിസീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളവർ, തൈറോയിഡ് അങ്ങനെയുള്ളവരൊക്കെ അത് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ വേറൊരു കാറ്റഗറിയാണ് ഈ പ്രഗ്നൻറ്റ് ലേഡീസ്, ലാക്ടേറ്റിംഗ് മദേഴ്സ്, അവർക്കൊക്കെ കാൽസ്യം ഡെഫിഷ്യൻസീസ്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടറെ ഹെൽപ്പോടുകൂടി ഫോളോ അപ്പ് ചെയ്ത് ഈ ഇടയ്ക്ക് വൈറ്റമിൻ ഡി ഒക്കെ ചെക്ക് ചെയ്ത് അത് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ എല്ലുകളെ ഒരു പരിധി പോലെ ബാധിക്കത്തില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു യങ്ങർ പോപ്പുലേഷനാണ്. ഇനി ഓൾഡ് ഏജിലേക്ക് വരുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ എല്ലാം കുറവായതുകൊണ്ടും ഈ സൺ എക്സ്പോഷർ കുറവായതുകൊണ്ടും അല്ലാണ്ടും അവർക്ക് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറയുന്നതുകൊണ്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാം. പിന്നെ അവർക്കാണ് മറ്റ് കോമോബിഡിറ്റീസ്, ഉദാഹരണത്തിന് ഡയബറ്റീസ്, ഞാൻ നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ളവർ. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടും എല്ലുകൾക്ക് ബലം കുറയാൻ കാരണമുണ്ട്. അപ്പോൾ എന്താണെന്ന് നമ്മളതിൻ്റെ കോസ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാത്തിലും വൈറ്റമിൻ ഡി കുറവായതുകൊണ്ടല്ല എല്ലിന് ബലം കുറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കോസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അത് ഓരോ ഏജിലും
പോപ്പുലേഷൻ ആയാലും ഓൾഡർ ഏജിലായാലും എന്താണ് കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തുക. ഇപ്പം വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർക്ക് എടുക്കാവുന്ന ഭക്ഷണങ്ങൾ അത് നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞൊരു ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അപ്പോൾ കണ്ടമാനം ഫാറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നവർ, കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നവർക്കൊക്കെ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിൻസിനെയും കുറയാൻ കാരണമുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കണം എനിക്ക് ഏത് ഫുഡ് കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ വൈറ്റമിൻ ഡി കൂടാൻ വേണ്ടി പിന്നെ ഒരു എഗ്ഗ് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൊളസ്ട്രോളിനെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ഡയറ്റ് ആയിരിക്കും കൂടുതൽ നല്ലത്. ബാക്കിയുള്ളവർക്ക് കണ്ടിട്ട് നമ്മൾ സ്വയം അതെ നമുക്കൊരു ട്രീറ്റ്മെന്റ് എടുക്കരുത് എന്നർത്ഥം. അല്ല, അതിപ്പോ ആരുടെയെങ്കിലും ചെരുപ്പ് നമ്മൾ ഇട്ടാൽ നമുക്ക് ഫിറ്റ് ആവും. അത് നമ്മളെ ചെരുപ്പ് നമ്മൾ തന്നെ പോയി മേടിക്കണ്ടേ, അതുപോലെയാണ്. അപ്പം ഇരുന്നുള്ള ജോലികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് ഊരൊക്കെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുന്നുള്ള വർക്കാണ് ഡ്രൈവേഴ്സിൻ്റെത്. ലോങ് ആയിട്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്നവർ, ബൈക്ക് സ്ഥിരമായിട്ട് ഓടിക്കുന്നവർ, അത് ബൈക്കിൻ്റെ ബാക്കിൽ ഇരുന്ന് പോകുന്നവർ, ഇവർക്കൊക്കെ ഇത് അവരുടെ ഈ ഒരു വർക്ക് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ നേരത്തെ ഈ ജോലി ചെയ്യുന്നവരുടെ പറഞ്ഞ പോലെ തന്നെ അവരുടെ പോസ്ചർ എന്തായാലും കറക്റ്റ് ചെയ്യണം. ഇപ്പം ഒരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, സ്ഥിരമായ അയാളുടെ പ്രൊഫഷൻ ലോങ് ഡ്രൈവാണ്. അപ്പോൾ ആൾ മണിക്കൂറുകളോളം ഒരേ പൊസിഷനിൽ ഇരിക്കുകയായിരിക്കും, മനസ്സിലായി. അപ്പോൾ അയാൾ നല്ലപോലെ ബാക്ക് സപ്പോർട്ട് ചെയ്തിട്ടിരിക്കണം. നമ്മൾ ആ സ്പൈൻ്റെ കർവച്ചർ, അതായത് മുന്നോട്ടാഞ്ഞിരുന്ന് വണ്ടി ഓടിക്കുന്നവരുണ്ട്, ഒത്തിരി ചാരി കിടന്ന് വണ്ടി ഓടിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ പ്രശ്നമായിരിക്കും. പക്ഷേ ഒരു നോർമൽ പോസ്ചറിൽ പിന്നെ ബാക്ക് സപ്പോർട്ടഡ് ആയിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാമെന്നൊന്നോ. പിന്നെ കണ്ടിന്യൂസ് ഡ്രൈവിംഗ് കഴിവതും ഒഴിവാക്കുക. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1-2 മണിക്കൂറെങ്കിലും കഴിയുമ്പോൾ ഒരു ചെറിയൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് വണ്ടി ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ഒന്ന് നടന്നിട്ട് ഒന്ന് ഫ്രഷായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് വണ്ടി ഓടിക്കാനൊരു സുഖം കിട്ടും, നടുവിനും ഒരു നല്ലതാണ്. ഇത് കൂടാണ്ട് തന്നെ ഈ പറഞ്ഞ എന്ത് പ്രൊഫഷനായാലും കുറേ നേരം ഇരിക്കുന്നവരായാലും ബാക്ക് കെയർ സ്ട്രെങ്തനിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു റെഗുലർ വാക്കിങ്ങെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ നടുവേദന വരാനുള്ള സാധ്യത കുറയും. പിന്നെ ബൈക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ബൈക്ക് ട്രാവലേഴ്സിനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമാണ് ട്രാവൽ ചെയ്യേണ്ടത്. ഈ ബൈക്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു 10-15 കിലോൻ്റെ ഒരു ബാക്ക് പാക്ക് കൂടി നിങ്ങളെ കൂടെ ഉണ്ടാകും. അപ്പോൾ ബൈക്കിൽ ഇതിനെല്ലാം ലോങ് ട്രാവൽ പോകുന്നുണ്ടെങ്കിൽ ബൈക്കിൽ ഇത് പ്രത്യേകിച്ച് ബാക്ക് പാക്സ് ഒക്കെ സെപ്പറേറ്റ് കീപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. വെയിറ്റ് തൂക്കിയിട്ടിട്ട് ഒരിക്കലും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലോങ് ട്രാവൽസ് ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾ സഞ്ചരിക്കുക, നിങ്ങൾ കാഴ്ച കാണുക, നിങ്ങൾ ആസ്വദിക്കുക. ഏതൊക്കെ രീതിയിൽ തടസ്സപ്പെടാൻ സാധ്യത ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതിന്റെ കഴുത്ത് വേദന ഉള്ളവർക്ക് ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റ് കിട്ടും, അത് വാങ്ങിക്കാം. വലിയ ഹെവി വെയിറ്റ് ഒരു 750 ഗ്രാം വരെ ഉണ്ടാവും. പക്ഷെ ഒരു 350 ഗ്രാമിന്റെ ഒക്കെ ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റ്സ് കിട്ടും. അപ്പം അതും ആ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നടുവേദന ഉള്ളവർ പൊതുവേ നമ്മളിങ്ങനെ ഒരു ബെൽറ്റ് ഒക്കെ ഇട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ ഓഫീസിലൊക്കെ വരുമ്പോൾ ബെൽറ്റ് ഇട്ടിട്ട് വരുന്നു, ആ ബെൽറ്റിലാണ് അവരുടെ ഫുൾ പെയിന് താങ്ങിക്കൊണ്ട് പോകുന്നത്. അത് പ്രശ്നം എന്ന് പറഞ്ഞാല് ബെൽറ്റ് നമ്മൾ ഇടേണ്ട ചില കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ അക്യൂട്ടായിട്ട് പെട്ടെന്ന് ഒരു നടുവേദന വന്നു, ശക്തമായിട്ട് നടുവേദന, ആ നടുവിന് എന്തെങ്കിലും പൊട്ടലുകൾ വന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തൽക്കാലത്തേക്ക് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ നട്ടല്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിൽസ് ആണ് നമ്മുടെ നട്ടലിന്റെ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നടുവിന് ചുറ്റുമുള്ള മസിൽസ് ഉണ്ട്, പാരാസ്പൈനൽ മസിൽസ് ഉണ്ട്. ഈ മസിൽസിന്റെ ധർമ്മം മുഴുവനും ഈ ബെൽറ്റ് അങ്ങ് ഏറ്റെടുക്കും. അതായത് ആ മസിൽ അങ്ങ് ഒതുങ്ങി കൂടുകയും ചെയ്യും, മസിൽ അങ്ങ് ഇതാവും, മട്രോഫി ആവും, മസിലിനെ കൊണ്ട് ഗുണമില്ലാണ്ടാവുകയും ചെയ്യും. ഈ ബെൽറ്റ് അങ്ങ് കയറി അവിടെ അങ്ങ് ഇരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ആ ബെൽറ്റിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ അത് ഈ മസിലിന്റെ ഫംഗ്ഷൻ അങ്ങ് ബെൽറ്റ് ഏറ്റെടുക്കും. അപ്പൊ എന്ത് പറ്റും, കുറച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് അങ്ങ് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മസിലില്ല, ആ മസിലിന്റെ തീരെ അങ്ങ് വീക്കായി പോകും. ആ മസിൽ ഉപയോഗിക്കാണ്ടിരുന്നിരുന്നിരുന്ന് ആ മസിലിന് ഒരു ജോലിയില്ല, കാര്യം ബെൽറ്റ് വെച്ചിരിക്കുകയല്ലേ സ്റ്റിഫായിട്ട്. അപ്പൊ മസിലിന് അതിന്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ മസിൽ വീക്കായിട്ട് കുറെ കഴിഞ്ഞാൽ നടുവേദന ഭീകരമായിട്ട് കൂടും. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ബെൽറ്റ് ഇടുമ്പോ നമ്മൾ ആദ്യം കുറച്ച് നാൾ ഇടും, അതിപ്പം കുറച്ച് സമയം ആ ഡോക്ടർ പറയും. കുറച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് മാറ്റാനും ആ ഡോക്ടർ തന്നെ പറയും. പക്ഷെ ആ സമയം ഡോക്ടറെ അടുത്ത് പോകണം, എന്നാലേ പറയാൻ പറ്റും. കാര്യം ഇത് ബെൽറ്റ് ഇടാൻ പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ ആ ഡോക്ടർ ബെൽറ്റ് തന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അന്ന് ഡോക്ടർ ബെൽറ്റ് തന്നതല്ലേ, ഞാനിപ്പോഴും ഇടുന്നുണ്ടെന്ന് പറയും. പിന്നെ ആ ബെൽറ്റ് കേടായി പോണം, എന്നാലേ അവര് നിർത്തും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കണം. ചുരുക്കി പറഞ്ഞാല് എല്ലാ നടുവേദനയ്ക്കും ബെൽറ്റ് നിർബന്ധമില്ല, അല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആവശ്യമില്ല, ശരിക്കും എല്ലാ നടുവേദനയ്ക്കും ബെൽറ്റ് ആവശ്യമില്ല. ബെൽറ്റ് ആവശ്യമുള്ള, അതായത് നടുവിന് സപ്പോർട്ടുള്ള ചില സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്. അതിൽ പൊട്ടലുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ തന്നെ ഒരു ബെൽറ്റ് ഇടുകയാണെങ്കിൽ പോലും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ട കാര്യം.
ഈ ബെൽറ്റ് ഊരൊക്കെ അല്ലാണ്ട് പോസ്ചർ കറക്ഷന് വേണ്ടിയിട്ട് ഇടുന്നവരുണ്ടല്ലോ, ആ ബെൽറ്റ് എങ്ങനെയാണ് അതിന്റെ? പോസ്റ്റർ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ പൊതുവെ ആൾക്കാർ കുറച്ച് ഇങ്ങനെ ഇരിക്കുക, നമ്മളൊന്ന് കൂനി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമ്മൾ ഈ നേരെ ഇരിക്കണമെന്നൊന്ന് റിമൈൻഡ് ചെയ്യാനായിട്ട്, ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽറ്റ് ഇട്ടാൽ നല്ലതാണ്. അതും സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. അവരെന്നെ സ്വയം കറക്റ്റ് ചെയ്യേണ്ടത് പുറത്തുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടല്ല. പോസ്റ്റർ കറക്റ്റ് ചെയ്യേണ്ടത് ആ ആളുടെ മസിൽ സ്ട്രെങ്ത് കൊണ്ട്, കോർ മസിൽ സ്ട്രെങ്ത് കൊണ്ടാണ്. അപ്പം മറ്റേത് ജസ്റ്റ് ഒരു എയ്ഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ മസിൽ വീക്ക്നെസ്സിനൊക്കെ കാരണങ്ങളാണ്. സാറ് പറഞ്ഞ പോലെ അതൊരു നമ്മളൊരു റിമൈൻഡർ ആയിട്ടാണ് കൊടുക്കുക. അവരോട് ആ ഇരിക്കുമ്പോൾ ഒരു വളഞ്ഞ് പോകുമ്പോൾ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ അതവരെ റിമൈൻഡ് ചെയ്തിട്ട് നേരെ ഇരിക്കാൻ വേണ്ടി നമ്മളൊരു കുറച്ച് നാളത്തേക്ക് കൊടുക്കുന്ന ഒരു ടെമ്പററി സാധനമാണ് പോസ്റ്റർ കറക്ഷൻ. അതവിടെ കിടക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കും, ഇങ്ങനെ ആകുമ്പോൾ ചെറിയൊരു വലിയ അതൊരിക്കലും ഫുൾ ടൈം ഇടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതല്ല. ഏത് ബെൽറ്റ് ആയാലും, ഇപ്പോൾ കഴുത്തിൻ്റെ കോളർ ആയാലും ഈ പോസ്റ്റർ കറക്ഷൻ ബെൽറ്റ് ആയാലും നടുവിൻ്റെ ആണെങ്കിലും അതിന് സ്പെസിഫിക് ടൈം ഉണ്ട്. ആ സമയത്ത് കൂടുതൽ അത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോസ്ചർ കറക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ കുട്ടികളിപ്പോൾ നല്ല വെയിറ്റ് ഉള്ള ബാഗ്, എന്താ ഹെവി ബാഗാണല്ലോ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അത് കാരണം കുട്ടികളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറ്, അങ്ങനത്തെ കേസസ് വരാറുണ്ടോ? നമുക്കത് ലോജിക്കലായിട്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മളൊരു വലിയൊരു ബാഗ് പുറത്തിട്ട് നടക്കുമ്പം നമ്മൾ കുറേ മുന്നോട്ടാഞ്ഞ് നടക്കണം, മനസ്സിലായി, നേരെ നടക്കാൻ പറ്റില്ല. ഒരു ചെറിയൊരു കുട്ടി, വളർച്ചയുടെ പ്രായത്തിലുള്ള, വളർച്ചയുടെ സ്റ്റേജിലുള്ള ഒരു കുട്ടി വലിയൊരു ബാഗ് എടുത്തിട്ട് അത് മുന്നോട്ട് വളർന്ന് നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിന് പ്രശ്നങ്ങൾ വരാം. ഭയങ്കര കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന രീതിയിലേക്ക് ആവാറുണ്ടോ? നമ്മൾ അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരത് ഇട്ടുകൊണ്ട് നടക്കുന്നില്ല. പക്ഷെ ആ സ്കൂളിൽ പോകുന്ന സമയം പോലും ഇട്ടുകൊണ്ട് നടക്കുന്ന അവർക്ക് ദോഷമായിട്ട് തന്നെ ബാധിക്കും. ഇപ്പം നമ്മളെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പാഠപുസ്തകങ്ങൾ 3 വിഭജിക്കുക. അതേപോലെ ഈ ടിഫിൻ കാര്യങ്ങളൊന്നും മറ്റേ ബാഗിൽ ക്യാരി ചെയ്യാതെ സെപ്പറേറ്റ് ക്യാരി ബാഗ് യൂസ് ചെയ്യുന്നത്, അല്ലെ കുറച്ച് ബുക്സ്, യൂസ് ചെയ്യാത്ത ബുക്സ് സ്കൂളിൽ വെച്ചിട്ട് തന്നെ സ്കൂളിൽ ഒരു പേഴ്സണൽ ലൈബ്രറി, ഒരു പേഴ്സണൽ ബുക്ക് സ്പേസ് പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് പൊതുവെ വരാറ് വർഷം തുടങ്ങുമ്പോൾ അതൊക്കെ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കൽ തുടങ്ങുമ്പോൾ എല്ലാം ബാഗിൽ തന്നെ വരുന്ന രീതിയിലേക്കായിട്ട് മാറുന്നുമുണ്ട്. എല്ലാം ഡിജിറ്റൽ ആവുമല്ലേ, ഇതെല്ലാം ഡിജിറ്റൽ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ പിള്ളേർക്ക് അതൊന്നും വേണ്ടി വരില്ലായിരിക്കും. നമ്മൾ ചില ആളുകളുടെ കാലൊക്കെ വീങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ യൂറിക് ആസിഡ് ആണെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്താണ് ഈ യൂറിക് ആസിഡ്? നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ, നമുക്ക് ആവശ്യമില്ലാതെയുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരം തന്നെ വിഘടിപ്പിക്കും, മെറ്റബോളൈസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്, അതായത് ഈ യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് നോർമലി നമ്മുടെ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പുറന്തള്ളപ്പെട്ട് പോകുന്നതാണ്. അപ്പോൾ നോർമൽ കിഡ്നി ഫംഗ്ഷനുള്ള ഒരാൾക്ക് നോർമലായിട്ട് യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോളും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എവിടെയെങ്കിലും, അതായത് കിഡ്നി നോർമൽ അല്ലാണ്ട് വരിക, അല്ലെങ്കിൽ അബ്നോർമലായിട്ട് കണ്ടമാനം യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. രണ്ട് രീതിയിൽ. അപ്പോൾ ഈ രണ്ട് കാരണം ഒന്ന് ഓവർ പ്രൊഡ്യൂസേഴ്സ്, ഈ രണ്ട് കേസിലും യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിൽ വല്ലാണ്ട് കൂടും. അപ്പോൾ നോർമലി ഒരാളുടെ ബ്ലഡിലെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6.5 to 7, ചെറിയ ലാബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും, ഒരു 7 താഴെ ആയിരിക്കും യൂറിക് ആസിഡ് ഉണ്ടാവും. പക്ഷെ ഇതിലും കൂടി വന്നു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിലെ ജോയിൻറ്റുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നങ്ങളായി മാറും. ജോയിൻറ്റിലൊക്കെ യൂറിക് ആസിഡ് അടിഞ്ഞു കഴിഞ്ഞാൽ അത് തേയ്മാനത്തിലേക്കും, ആർത്രൈറ്റിസ്, ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയും, അതിലേക്കൊക്കെ മാറും. കിഡ്നി സ്റ്റോൺസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറെ. ഇതാണ് ബേസിക്കലി യൂറിക് ആസിഡ് കൊണ്ടുള്ള പ്രശ്നങ്ങളും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത്. യൂറിക് ആസിഡ് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഓവർ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, പിന്നെ എക്സ്ക്രീഷനിൽ വരുന്ന വ്യത്യാസം. അപ്പോൾ നമ്മൾ കോസ് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ ഡയറ്റിലാണോ പ്രശ്നം, ഇത് പുറത്തേക്ക് കളഞ്ഞു പോകാനുള്ളതിലുള്ള ബുദ്ധിമുട്ടാണോ, എന്താണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് ഒബ്വിയസ്ലി ഒരു ഡോക്ടറുടെ ഹെൽപ്പ് വേണം. എന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ഡയറ്റാണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ് ഡോക്ടർ പറയുന്നതെങ്കിൽ ഡയറ്റ് വെച്ച് കൺട്രോൾ ചെയ്യുക. ഡയറ്റിൽ വരുന്നത് പ്രധാനമായിട്ടും വരുന്ന നമ്മൾ 4-5 ഫുഡുകളാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് മീറ്റ്, ചിക്കൻ ഒഴികെയുള്ള ബാക്കിനെല്ലാം നമ്മൾ റെഡ് മീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മീറ്റും പ്രശ്നമാണ്, പക്ഷേ റെഡ് മീറ്റാണ് കൂടുതൽ പ്രശ്നം. അപ്പോൾ അത് കുറയ്ക്കുക. 2 ഫിഷ് ഐറ്റംസ്, ഫിഷിലും ഉണ്ട് ധാരാളം യൂറിക് ആസിഡ്. ചെറിയ മത്സ്യങ്ങൾ, സാധനങ്ങളൊക്കെ കൂടുതൽ യൂറിക് ആസിഡ് ഉണ്ടാവും. തോടുള്ള മത്സ്യങ്ങൾ, തോടുള്ള ഷെല്ലുള്ള ഷെൽഫിഷ് എന്ന് പറയും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ, ചെമ്മീൻ, ഇതെല്ലാം ഇങ്ങനത്തെ യൂറിക് ആസിഡ് കൂടും. അപ്പം അത് കുറയ്ക്കുക. അങ്ങനെ അപ്പോൾ ഈ 2. 3 എന്ന് പറഞ്ഞാൽ ചീസ് പോലത്തെ സാധനങ്ങൾ, വൈൻ, ബിയർ, അങ്ങനത്തെ സാധനങ്ങൾ, അതും കുറയ്ക്കുക. 4, 5-മത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യമാണ്. മറ്റേതെല്ലാം കുറയ്ക്കാൻ പറയുമ്പോൾ
വെള്ളം ധാരാളം കുടിക്കുക, അപ്പം യൂറിനിലൂടെ യൂറിക് ആസിഡ് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത്. കൺസപ്ഷനും ഇതേപോലെ യൂറിക് ആസിഡിന്റെ ആൽക്കഹോളും പിന്നെ നട്ട്സ് പോലുള്ള കാഷ്യൂ നട്ട്. ഓ അതും പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട നട്ട്സ്. നമ്മൾ നല്ല സാധനങ്ങളല്ലേ എന്ന് വിചാരിച്ച് കൂടുതൽ കഴിക്കുന്ന സാധനങ്ങളാണ്. ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഇതെല്ലാം കുറയ്ക്കാന്നുള്ള ഡയറ്റിൽ. ഇനി രണ്ടാമത്തെ പാർട്ട് ഇപ്പോൾ കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. കണ്ടമാനം യൂറിക് ആസിഡ് നമുക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അടിയുന്നതാണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതാണ് ബേസിക്കലി യൂറിക് ആസിഡുമായിട്ട് പറയാനുള്ളത്.